ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ജീവിതമാർഗം നഷ്ടമായവർ നിരവധിയാണ്. അങ്ങനെ ചിലർ ഇന്ന് റിപ്പോർട്ടർ ടിവിയെ സമീപിച്ചു. ജീവിതമാർഗമായ ഓട്ടോ നഷ്ടപ്പെട്ട മുഹമ്മദ് അലിയും ഷബീറും സങ്കടം വിവരിച്ചു. എനിക്കൊപ്പം ഉള്ളത് ഈ ക്യാമ്പിൽ താമസിക്കുന്ന കുറേ ചെറുപ്പക്കാരാണ്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ അവർ ചെയ്ത തൊഴിൽ, അതൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്. എൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഓട്ടോറിക്ഷ പോയിട്ട് ഓട്ടോറിക്ഷ നമ്മൾ വീട് നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ തന്നെ ഓട്ടോറിക്ഷയും പോയി നഷ്ടപ്പെട്ടു. വീട് എവിടെയാണ്? ചൂരമല സ്കൂൾ ഹോട്ടലായിരുന്നു. സ്കൂൾ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും വാടക വീട്ടിലേക്കോ പുനരധിവാസ ക്യാമ്പിൽ നിന്ന് മറ്റു വീടുകളിലൊക്കെ മാറുമ്പോൾ എന്താണ് ഉപജീവനമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതെ, നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത് ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ. അപ്പോൾ അതന്നെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് വേറെ ജോലി അങ്ങനെ ചെയ്തിട്ട് പരിചയമില്ല. അപ്പോൾ ഓട്ടോറിക്ഷ തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. ഇവർക്ക് ക്യാമ്പിൽ നിന്ന് ഇനി വാടക വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ തയ്യാറായി കൊടുക്കുന്ന വീട്ടിലേക്കായിരിക്കാം, നിർമ്മിച്ചു കൊടുക്കുന്ന വീട്ടിലേക്കായിരിക്കാം. ആ വീടുകളിൽ എത്തുമ്പോൾ അവർക്ക് ഉപജീവനം എന്ന് പറയുന്നത്, ചൂരൽമലയെ ചുറ്റിപ്പറ്റി ഉപജീവനം കഴിച്ചിരുന്നവരാണ്, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നവരും. രഞ്ജിത്ത്, ഒരു കാര്യം രഞ്ജിത്ത്, നമ്മൾ ഇതിൽ ഇവരുടെ വിഷമം കേട്ട് അത് റിപ്പോർട്ട് ചെയ്ത് മടങ്ങുകയല്ല. രഞ്ജിത്തിന് അറിയാമല്ലോ, നമുക്ക് ആ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുടെ പേര് മുഹമ്മദ് അലി എന്നല്ലേ പറഞ്ഞത്. അയാൾക്ക് നമുക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളെയും പലരും ബന്ധപ്പെടുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു സഹായം നൽകുന്നതിനായി ഒന്ന് ശ്രമിക്കാവുന്നതാണ്. അതൊന്ന് മുഹമ്മദ് അലിയോട് പറയൂ രഞ്ജിത്ത്. ഞാൻ 1.5 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുഹമ്മദ് അലിയുടെ പുതിയ വണ്ടി എടുത്തായിരുന്നു. പുതിയ വണ്ടിയാണ് എടുത്തിട്ട് നമ്മളൊന്ന് ശ്രമിക്കട്ടെ മുഹമ്മദ് അലി. ഞങ്ങളിപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന സൗമേഷിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. സൗമേഷ് മുഹമ്മദ് അലിയെ ബന്ധപ്പെടും. ആ ഓട്ടോറിക്ഷ നൽകാമെന്ന് പറഞ്ഞ ആൾ അത് ആരാണ് എന്നത് കൂടി നമുക്കൊന്ന് എടുക്കണം. ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. നമുക്ക് ഓട്ടോറിക്ഷയൊക്കെ വാങ്ങിക്കാമെന്നേ, നമുക്കതൊക്കെ ഓടിക്കാം. സമാധാനമായിട്ടിരിക്കുക. ഓക്കെ മാഡം, ഓക്കെ മാഡം. മുഹമ്മദ് അലിയുടെയും ഷബീറിന്റെയും തുടർ ജീവിതത്തിൽ വരുമാനം നിലയ്ക്കില്ല. റിപ്പോർട്ടർ TV വാർത്തയ്ക്ക് പിന്നാലെ AGC ഗ്രൂപ്പ് MD അലി ഓട്ടോ നൽകാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. VS രഞ്ജിത്ത് ഇപ്പോൾ AGC ഗ്രൂപ്പ് MDക്കൊപ്പമുണ്ട്. രഞ്ജിത്ത് ഇപ്പോൾ VS രഞ്ജിത്താണുള്ളത്. രഞ്ജിത്ത്, ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്? സ്മൃതി, കോഴിക്കോടുള്ള AGC ഗ്രൂപ്പിൻ്റെ MD അലി നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം നമ്മുടെ വാർത്ത കണ്ടിരുന്നു. ഈ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, അവിടെയുള്ള മറ്റാരെങ്കിലും ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ പോലെ ഉപജീവനം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപജീവന മാർഗം നൽകാൻ തയ്യാറാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ടീമിനൊപ്പം വയനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം മേപ്പാടി ക്യാമ്പിലെത്തി ഈ ചെറുപ്പക്കാരെ കാണും, അവർക്ക് സഹായ വാഗ്ദാനം നൽകും. എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് ഓട്ടോ വാങ്ങി നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വാർത്ത കണ്ട ഉടൻ തന്നെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അത് മാത്രമല്ല, കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെടാനും തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടേക്ക് അല്പസമയത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ചെറുപ്പക്കാരെ മേപ്പാടി ക്യാമ്പിൽ നിന്ന് അദ്ദേഹം കാണും. അവിടെ നിന്ന് അവർക്ക് ഈ സഹായ വാഗ്ദാനം അദ്ദേഹം നേരിട്ട് നൽകുകയും ഈ ഉറപ്പ് അവരെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം എന്നാണോ ഇവർക്ക് ഓട്ടോ ബുക്ക് ചെയ്ത് വാങ്ങി നൽകാൻ സാധിക്കുക, അന്ന് തന്നെ ഏറ്റവും വേഗത്തിൽ ഓട്ടോ വാങ്ങി നൽകാൻ തയ്യാറാണ് എന്ന വിവരവും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കോള് നമുക്ക് വന്നിരുന്നു. അദ്ദേഹം അല്പസമയത്തിനകം വയനാട്ടിലേക്ക് എത്തുമെന്നും ഓട്ടോ നൽകാൻ തയ്യാറായി കോഴിക്കോട്ടെ വ്യവസായി AGC ഗ്രൂപ്പിന്റെ MD അലി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ അലി, കേൾക്കാമോ? രണ്ട് പേർക്ക് ഓട്ടോറിക്ഷ നൽകാൻ തയ്യാറായിരിക്കുന്നു അല്ലേ? അതെ, രഞ്ജിത്തിന്റെ ലൈവ് കണ്ടിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിന്റെ ഫോളോ ഓൺ ദ വേലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും അത് ഇനിയിപ്പം വേണ്ടി അതിജീവനത്തിന്റെ കുറച്ച് കാര്യങ്ങളാണല്ലോ തീർച്ചയായിട്ടും വേണ്ടി. അതെ അതെ. മുഹമ്മദ് അലിയെയും ഷബീറിനെയും അവരോട് സംസാരിച്ചോ? ഇല്ല, ഒന്ന് കാണും. പോയി ഞങ്ങൾ ഓൺ ദ വേല ഉള്ളത്, അവരൊന്ന് കാണും. ഇനിയും അതുപോലെ തന്നെ അവരെ കൂടാതെ ആരെങ്കിലും ഇതുപോലെ തന്നെ ഇത് ആവശ്യങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ സപ്പോർട്ട് അതിന് കൂടെ ചെയ്യാം. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ റിപ്പോർട്ടോ വാർത്ത കണ്ടിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് രഞ്ജിത്തിന്റെ ലൈവ് കണ്ടിരുന്നു. തീർച്ചയായിട്ടും. വളരെ നന്ദി അലി. ഇപ്പോൾ ഈ തരത്തിലുള്ള സഹായങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള സഹായം അല്ലേ? മുന്നോട്ട് പോകാനുള്ള ഇനിയിപ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി വേണ്ടിയത് തീർച്ചയായിട്ടും അതിജീവനത്തിന്റെ ഒരു കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും വേണ്ടി. അതിനുള്ള ഒരു സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അതിന്റെ കൂടെ. തീർച്ചയായും നിങ്ങളെപ്പോലെ നന്മയുള്ള മനസ്സുകളുടെ ഉടമകളുടെ സഹായമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഏതായാലും മുഹമ്മദ് അലിക്കും ഷബീറിനും ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നവർ ആശ്വാസത്തിലാണ്. അലി, നിങ്ങൾ ഏതായാലും കാണുമ്പോൾ ആ ദൃശ്യങ്ങളും ആ വാർത്തയും വിവരങ്ങളും എല്ലാം നമ്മൾ നൽകാം.
വളരെ നന്ദി ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോയി കാണും. ഞങ്ങൾ ഒന്നവേലാണുള്ളത്. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. മുഹമ്മദ് അലിക്കും ഷബീറിനും ജീവിത വഴി തെളിയുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഓട്ടോറിക്ഷ നൽകാൻ തയ്യാറായിക്കൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട്ടെ AGC ഗ്രൂപ്പ് MD അലി വന്നിരിക്കുന്നത്.